തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നു. കൊറോണക്കാലം വലിയൊരു അനുഗ്രഹമായി. വലിയ പ്രഭാഷണങ്ങളിലൊക്കെ ഒന്നിങ്ങനെ പുറകോട്ട് പോയി. അതിൻ്റെ സാമൂഹികമായ ചില സാഹചര്യങ്ങളുണ്ടായി. എപ്പോഴും നമ്മളെ ഒരു നിയോഗം ഇങ്ങനെ തള്ളിക്കൊണ്ട് അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനുള്ള ഒരു അവസരം. അപ്പോൾ അതിന്റെ ചിന്തകളെ മുഴുവനും അട്ടിമറിച്ചു. പണ്ട് ഞാൻ പറഞ്ഞതൊന്നും ശരിയായിരുന്നില്ല എന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കി. ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നില്ല എന്നല്ല, അത് അർത്ഥ ശരി മാത്രമായിരുന്നു. എന്നിടത്ത് എത്തിച്ചേരാൻ ഞാൻ മക്കയിൽ നിന്ന് നബിയെ വായിച്ചു, മദീനയിൽ നിന്ന് നബിയെ ആദരിച്ചു. പക്ഷേ മക്കയിൽ നിന്ന് വായിക്കുന്ന ഒരു സാഹചര്യം ലഭിക്കുന്നു. പക്ഷേ പൂർണ്ണതയിൽ മദീനയിൽ നിന്നാണ് നബിയെ വായിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് മക്കിയത്താണെങ്കിലും മദനിയത്ത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ-ഇസ്ലാമ ദീന. ഇത് മക്കയിലാണ്, പക്ഷേ മദനിയത്ത്. മദീനയിൽ നമ്മൾ നബിയെ വായിച്ചില്ല. നബിയെ വായിച്ചില്ല. മദീനയിൽ നബിയെ നമ്മൾ വായിച്ചത് ചില ഫിഖ്ഹി നിയമങ്ങൾ വഴി മാത്രമായിരുന്നു. ഫിഖ്ഹി നിയമങ്ങൾ മതത്തിന്റെ അച്ചുതണ്ടിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കർമ്മശാസ്ത്ര നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതൊന്നും അല്ലാത്ത ഒരു പ്രതലം, അതിൽ നിന്നും അല്ലാത്ത വ്യത്യസ്തമായ ഒരു തലം മദനിയായ നബിയിൽ നമുക്ക് വളരെ ആഴത്തിൽ പഠിച്ചാൽ എത്തിച്ചേരാൻ. അവിടെയാണ് നബി പൂർത്തിയാകുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയെ ഞാൻ പഠിച്ചിടത്തും വലിയ തെറ്റ് സംഭവിച്ചു. ഭൂരിപക്ഷം ആളുകളും മക്കയെ പഠിച്ചെടുത്തും തെറ്റ് പറ്റിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ലഭിച്ചത്. ഞാൻ വളരെ ചെറുതായി പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ചെറിയാന്റെ ഹൃദയത്തിലുള്ളത് നമ്മൾ താഴ്ന്നു. അപ്പോൾ പിന്നെയാണ് ഭാഷ ശ്രദ്ധിക്കുക. ഞാൻ ദിവസങ്ങളോളം മാസങ്ങളോളം ചിലപ്പോൾ കൊല്ലങ്ങളോളം എടുത്ത് പഠിച്ചതായിരിക്കും. ഒരൊറ്റ വാക്കിലൊട്ടും നിങ്ങൾ പുറത്തേക്ക് വരും. അത് ശരിയാണ്. എന്റെ ഉമ്മ ഒരിക്കൽ കുട്ടിപ്പെണ്ണെ കുറിച്ച് കുട്ടിപ്പെണ്ണെ കുറിക്കാൻ കാരണം എന്തോ രോഗത്തിന് ആശുപത്രി. അപ്പൊ ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ ഒരു മരുന്ന് കുറിച്ചു. അങ്ങനെ ഇടക്കര അങ്ങാടിയിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത് വാങ്ങി. ഇവളിങ്ങനെ വരുന്ന സാധനം കാല് വീണപ്പോൾ ഈ മരുന്ന് ഈ കുപ്പി പൊട്ടി. പ്ലാസ്റ്റിക് കുപ്പിയല്ല, നമ്മുടെ സ്വർണ്ണമരങ്ങൾക്ക് മുമ്പ് കുപ്പിയാണ്. കുപ്പി പൊട്ടി. കുപ്പി പൊട്ടിയ കുട്ടിയെ ഇപ്പോൾ ഇത് എടുത്തിട്ട് വായിലേക്ക് അങ്ങോട്ട് കാണാൻ. കാരണം മരുന്നാണല്ലോ. അപ്പൊ ഈ ഉമ്മ പൊട്ടിപ്പണ്ണെ സത്യത്തിൽ അതാണ് സംഭവിച്ചത്. ഞാനൊരു കാരണം ഞാൻ 10 കൊല്ലം കൊണ്ട് നിങ്ങളോട് പറയേണ്ട കാര്യം 10 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇനിയും ബോധ്യപ്പെടും. അത് ഞാൻ വലിയ ആളായി പറയില്ല, വലിയ ഒരു ആളാവേണ്ട ആവശ്യമില്ല. ഇരിക്കുന്ന കൊമ്പൊരാൾ മുറിക്കുന്നത് കണ്ടാൽ നീ ഉടനെ താഴെ വീഴും എന്ന് പറയാൻ അയാൾ ഒരു വലിയ ദൈവിക അങ്ങനത്തെ ഒരു സിദ്ധിയാണ് എന്റെ. ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഒരു കാർപ്പന്ററുടെ സിദ്ധി. ഒരു മരം ഇട്ട് കൊടുത്താൽ കാർപ്പന്റർ പറയും അതുകൊണ്ട് കസേര ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആചാര്യോട് പറയും, ആചാര്യെ ഇത് മരം ഉണ്ടാക്കാൻ കൊള്ളൂലല്ലോ, ഇത് കസേര ഉണ്ടാക്കാൻ കൊള്ളൂല എന്ന് പറയാൻ ഈ ആരാ അവരെ പാപ്പ. അങ്ങനെ ആശാരിക്ക് മരത്തെ അറിയുന്നത് പോലെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചാൽ അറിയും. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ
ഒരുപക്ഷെ ഞാൻ നിങ്ങൾ പൊതുവെ പറയല്ല, ഞാൻ അത് അത്ര പഠിക്കാത്ത ആളാണ് ഈ പബ്ലിക്. അവരുടെ മുന്നിൽ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ ഞാനൊരു മരുന്ന് കുപ്പി പൊട്ടിപ്പോയത് കൊണ്ട് കമഴ്ത്തിയ വിട്ടിത്തരം ഇടക്കിടക്ക് ഉണ്ടാവണം. പക്ഷെ പിന്നീട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോഴത്തേന് എല്ലാം സോറി എന്നൊക്കെ സാധാരണ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് സോറി. അന്ന് നിങ്ങൾ പറഞ്ഞതിനെ പറ്റി നമ്മൾ വളരെ വിമർശിച്ചിട്ട് സോറി. ഞാനത് പറയാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഞാൻ നബിയെ പഠിച്ചത്, നബിയെ ഞാനെന്നല്ല ആരും പഠിച്ചു. നബിയെ പഠിച്ചെടുത്ത് സമ്പൂർണ്ണമായി പഠിച്ചു. ഞാൻ മക്ക എവിടെയായിരുന്നു എന്ന് വിളിച്ചു. അതിന് എടുത്ത അധ്വാനം എന്ന് പറഞ്ഞാൽ അതൊരു അധ്വാനാണ്, അതൊരു തൗഫീഖ്, ഒരു പ്രത്യേക അനുഗ്രഹം. അനുഗ്രഹം തേടി ഈ പുസ്തകം എഴുതാൻ ചില കാരണങ്ങളുണ്ട്. ഞാൻ ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ ഒന്നായി നമ്മൾ മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സമയം വെള്ളിയാഴ്ചയിലെ, രാഹുൽജിക്ക് അത് മനസ്സിലാവും, നമ്മളൊക്കെ പറഞ്ഞാലോ, അദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ധാരാളം അറിയുന്ന ഒരു വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ പള്ളിയിലെ ഖുതുബയും ആ ഖുതുബയുടെ രണ്ട് ഖുതുബയുടെ ഇടയിൽ ഖതീബ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ സമയം, ആ സമയം പ്രാർത്ഥിച്ച ഉത്തരം. ഞാൻ എൻ്റെ ആയുസ്സിൽ അങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചത്, പഠിച്ചവനെ ചാത്തി നടന്നിട്ടുണ്ടല്ലോ, ഈ ചാത്തി ബോധ്യമായി പെടുത്തി കൊടുക്കാൻ നീ എനിക്ക് കഴിവ് തരണമേ. ഏതൊരു റബ്ബിന്റെ നാമത്തിലാണ് ഈ പ്രഭാഷണം ആരംഭിച്ചത്, ആ റബ്ബിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് സത്യം ചതി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് കുട്ടിക്കാലത്തെ അറിയാമായിരുന്നു. എല്ലാത്തിലും ചതി, വിദ്യാഭ്യാസത്തിൽ ചതി, ആരോഗ്യം മെഡിക്കൽ സിസ്റ്റത്തിൽ ചതി, നീതിയിൽ ചതി, എല്ലാം ചതി, ചതിയോട് ചതി, എല്ലാം ചതി. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏതായാലും പൗരസ്ഥർക്ക് അങ്ങനെ ചതിക്കാൻ അറിയില്ല. പാശ്ചാത്യർ ചതിക്കാൻ പഠിപ്പിച്ചപ്പോഴാണ് സത്യത്തിൽ പൗരസ്ഥരും ചതിക്കാൻ തുടങ്ങിയത് എന്നാണ്. ഞാൻ തിരിച്ചു വരാം. ഞാൻ മക്കയെ പഠിച്ചു. ഞാൻ പഴയ മക്കയല്ല, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ മക്ക. അത് എത്ര നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും പരമാവധി അത് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് എന്റെ ആയുസ്സിൽ ഞാൻ ഈ പഠിച്ച മക്കയെ പഠിച്ച ഒരാളെ എന്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ പുസ്തകത്തിൽ പറയുന്ന മക്കയെ പഠിച്ച ഒരാളെ എന്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു നിയോഗം പോലെ പടച്ചു നമ്പരാൻ തന്നതാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയ ഒരു മക്കയാണ്. ആ മക്ക എന്നെ കണ്ണു തുറപ്പിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ശത്രു ഇരിക്കുന്നത് എന്നെനിക്ക് പറ്റുന്നത്. അതൊന്നും ഞാൻ ഇപ്പോൾ നോക്കി. നിങ്ങൾ ഈ പുസ്തകം വീണ്ടും 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 എന്തെങ്കിലും അഭിപ്രായക്കാരുണ്ടെങ്കിൽ ഞാൻ തികഞ്ഞവനാണെന്ന് പറയാം. തികഞ്ഞവനല്ല, പക്ഷേ ഇത് ഏകദേശം തികഞ്ഞതല്ലെങ്കിലും ഇതിൽ അബദ്ധം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ട്? അതത്രയും പഠന വിധേയമാക്കിയിട്ടുണ്ട്. ഇനി സാധ്യത ഉണ്ടാവില്ല. ഇത് ലോകാവസാനം വരെ എന്റെ ഇഷ്ട സുഹൃത്തും ഒരു സഹോദരന് തുല്യം ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയുമാണ് അദ്ദേഹം ഇവിടെ ഒരു നിയോഗം പോലെ പറഞ്ഞു പോയ വാക്കുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ അന്ത്യനാൾ വരെ ഈ പുസ്തകം വായിക്കപ്പെടട്ടെ എന്ന് അദ്ദേഹം പറയുകയുണ്ട്. ഈ പുസ്തകം കൂടുതൽ നാളെ വായിക്കപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പഠനമാണ്. മക്കയെ ഞാൻ കണ്ടെത്തി. മക്കയെ കണ്ടെത്തിയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വലിപ്പത്തിനെ പറയാൻ വിചാരിക്കരുത്. നിങ്ങൾ ഇതിൽ മക്കയെ പഠിക്കണം. ഈ പുസ്തകത്തിലാണ് ഇത് തിരുദൂതരെ കുറിച്ച് എന്നിട്ട് 320 പേരുള്ള പുസ്തകത്തിൽ ആദ്യമായി മുഹമ്മദ് എന്ന മനുഷ്യൻ 137ാമത്തെ പേജ്. അത് വരെ ചില ആളുകൾ അങ്ങനെ തന്നെ വെച്ചു. ആദ്യമായി 1940കളിലെ ബംഗാൾ ഭക്ഷ്യക്ഷമം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകമായി. പിന്നെ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞു. ശശി തരൂരിന്റെ An Arab of darkness.
ഈ പുസ്തകമാണ് ഈ ഈ ഉപന്യാസത്തിന്റെ ആദ്യ സൂക്തസ് ഓഫ് ഡാർക്ക്നെസ്. അപ്പൊ ഇങ്ങനെ വസ്തുതകൾ മനസ്സിലാക്കി ചതി നേരത്തെ നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ പുസ്തകത്തിന്റെ മക്കായെ പഠിക്കും. ഈ പുസ്തകത്തിന്റെ മക്കായെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു മദീനയിൽ എത്തിച്ചു. അങ്ങനെ മദീനയിൽ എത്തിച്ചേർന്നാൽ ബഹുമാനപ്പെട്ട രാഹുൽജി അവസാനം ഓതിയ ആയത്തിൽ എത്തിച്ചു. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഏറ്റവും നല്ലത് കൊണ്ടാണ് നീ പ്രതികരിക്കേണ്ടത്. ഒരിക്കലും നീ ഒരാളെ സംഖ്യയിൽ വിളിക്കരുത്. ചിലർക്ക് പറയും അയാൾക്ക് BJP-യുടെ എന്തോ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് എൻ്റെ നാട്ടുകാരായ കുറച്ച് BJP സുഹൃത്തുക്കളെടുത്ത് വന്നു. ഞങ്ങൾ നിലമ്പൂർ മണ്ഡലം BJP-യുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ട്രഷററാണ്. ഒന്ന് കാണാൻ വന്നു. എൻ്റെ അടുത്ത് കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ അവരിലേക്ക് അവർ ഒരു അന്യമതസ്ഥരാണ്, എൻ്റെ വീട്ടിലേക്ക് കയറി വന്നതാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ അവർ ബഹുമാനിക്കണം. ഞാൻ എണീറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ വലിയൊരു ക്ഷമയും വലിയൊരു വിശാലമായ മനസ്സോടെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊരു ഇൻഫർമേഷൻ ഇല്ലാതെ വന്നതല്ലേ, അപ്പൊ ഞങ്ങൾ അല്ലേ കാത്തിരിക്കേണ്ടത്. എല്ലാ ഗസ്റ്റിനെയും പറഞ്ഞു വിട്ടോളൂ, എന്നിട്ട് ഞങ്ങൾക്ക് സംസാരം തന്നാൽ മതി. അങ്ങനെ അവരവിടെ ഇരുന്നു. ഞാൻ ഏകദേശം ഗസ്റ്റിനൊക്കെ പറഞ്ഞു വിട്ടു. ചില ആളുകൾ പറഞ്ഞു വിട്ടിട്ട് പോയില്ല. BJP പ്രവർത്തകർ വന്ന് സ്ഥാനത്തിന് ചെയ്താണ് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ പോയില്ല. അങ്ങനെ ചുറ്റിപ്പറ്റി അവരവിടെ എങ്ങനെ നിന്നു. അപ്പോ അവര് എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അവര് ലാസ്റ്റ് എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങള് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എടുക്കാൻ വേണ്ടി ചില പ്രധാനപ്പെട്ട മുസ്ലിം സ്കോളേഴ്സിനൊക്കെ സമീപിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളെയും സമീപിക്കാൻ ഓർഡറുണ്ട്, അതുകൊണ്ട് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു ലഘുലേഖയുണ്ട്, അത് ഉസ്താദിന് കൈമാറട്ടെ. ആ കൈമാറാം, ആയിക്കോട്ടെ കൈമാറാം എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഞങ്ങളത് ഫോട്ടോ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഫോട്ടോ ചെയ്യും. അങ്ങനെയാണ് നമ്മളൊക്കെ മനുഷ്യരല്ലേ, അവര് മനുഷ്യരാണ്, നമ്മൾ മനുഷ്യരാണ്. അവരിൽ നന്മയുണ്ട്, നമ്മളിൽ നന്മയുണ്ട്. ഈ നന്മകളൊക്കെ കൂടിച്ചേരുന്ന ഒരു നന്മയാണ് നമ്മുടെ സാമൂഹിക സുരക്ഷിതത്വം. അതൊക്കെ കഴിഞ്ഞു പോയി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വലിയ പ്രചണ്ഡമായ പ്രചാരം വന്നു. ഇദ്ദേഹം BJP ചാരനാണ്, ഇദ്ദേഹം BJP ശരിയോ തെറ്റോ പറയാം. കാര്യങ്ങൾ ശരിക്കും ആളുകൾ മനസ്സിലാക്കൂല. ഇത് അറബി ഗ്രാമറില് ബഹുമാനപ്പെട്ട രാഹുൽജിയോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഹസൻ എന്ന വാക്കും അഹ്സൻ എന്ന വാക്കും ഭാഷയും വളരെ വ്യത്യാസം. ഒരു അറബി സ്കോളറാണ് ബഹുമാനപ്പെട്ട ഭാഷ. ഹസൻ എന്നാൽ നല്ലത്, അഹ്സൻ എന്നാൽ ഏറ്റവും നല്ലത്. അപ്പോൾ നീ മറ്റൊരാളോട് പ്രതികരിക്കേണ്ടത് ഒരു അന്യ സമുദായക്കാരനോട്, ഒരു അന്യ ദേശക്കാരനോട്, ഒരുപക്ഷെ നിന്റെ ശത്രുവോട്. ശത്രു എന്ന് തൊട്ട വഴിയിലുണ്ട്. അപ്പോൾ ശത്രുവെ ഉദ്ദേശിച്ചായിരിക്കാം ഈ പ്രയോഗം. നീ നല്ലത് കൊണ്ടല്ല, ഏറ്റവും നല്ലത് കൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. നിന്റെയും അവരുടെയും ഇടയിൽ വലിയ ശത്രുതയും ഉണ്ടെങ്കിൽ പോലും എന്ന വാക്ക് ഹൃദയത്തിന്റെ ചൂട് തൊട്ടറിഞ്ഞ സുഹൃത്ത്. മനസ്സിലായില്ല? ഒരു വാക്കുണ്ടല്ലോ, കൂടെ കിടന്നാലല്ലേ فبالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. അവൻ നിന്റെ ഹൃദയത്തിൽ തൊട്ട
സഹോദരൻ, ഏറ്റവും വലിയ ക്ഷമാശീലർക്കല്ലാതെ അങ്ങനെ സാധ്യമല്ല. അടിക്കാനും കൊഴിക്കാനും ആർക്കും കഴിയും, പക്ഷെ ക്ഷമാശീലർക്കല്ലാതെ ഏറ്റവും നല്ലത് കൊണ്ട് പ്രതികരിക്കാൻ. അടുത്ത വാക്ക് മഹാഭാഗ്യശാലികൾക്കല്ലാതെ അങ്ങനെ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ ഒരു സംഘടനയാണ് സംഘപരിവാർ. അവരെ സംഘികൾ എന്ന് പറയുന്ന ദീൻ എന്താണ്? ലോകത്തെ ഏതെങ്കിലും ഒരു മതത്തെയോ മതവിശ്വാസികളെയോ മുഹമ്മദിനെ ഒരു ഇരട്ടപ്പേര് വിളിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ കാണിച്ചാൽ അന്ന് എന്റെ പ്രബോധന ദൗത്യം ഞാൻ അവസാനിപ്പിക്കും. എന്റെ പണി കൊടുത്തു. ലോകത്തേതെങ്കിലും ഒരു മതവിശ്വാസി, ലോകത്തേതെങ്കിലും ഒരു മോശപ്പെട്ടത്, ലോകത്തെ ഏറ്റവും ഏതെങ്കിലും ഒരു കുറ്റവാളി കൊടും കുറ്റവാളിയെ പോലും പുണ്യ റസൂൽ നിന്ദിച്ച ഒരു ഭാഷയിൽ സംസാരിച്ച ഒരു വഴി കാണിച്ചാൽ അന്ന് ഈ പണി തന്നെ അവസാനിക്കും. 5 വക്ത് നിസ്കരിച്ചുകൊണ്ട് മാത്രം നമ്മളെങ്ങനെ ഇപ്രകാരം പോയാൽ മുസ്ലിമോ? ഞാൻ ഉദാഹരണം ഈ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. ജുഹൈന ഗോത്രത്തിലെ ഒരു പെണ്ണ് നബിയുടെ കരികിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി സനീത്തു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഗർഭിണിയുമായി എന്നെ ശിക്ഷിക്കും, എന്നെ മാതൃകാപരമായി ശിക്ഷിക്കൂ നബിയെ, ഞാൻ വ്യഭിചരിച്ചു. ഇപ്പോൾ ഭർത്താവ് ഉണ്ടായിരിക്കവേ വ്യഭിചരിച്ചു, എന്നെ മാതൃകാപരമായി ശിക്ഷിക്കും. അപ്പോൾ നബി ആ പെണ്ണിന്റെ രക്ഷകർത്താവിനെ വിളിച്ചു വരുത്തി. രക്ഷകർത്താവ് വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, നബി പറയുന്നത് നല്ലപോലെ പെരുമാറണമേ. മനസ്സിലായോ? എന്താ പറയുന്ന വാക്ക്? എന്ത് പറയാ? ഇങ്ങനെയൊക്കെയാണോ മക്കൾ വളർത്തേണ്ടത്? മനസ്സിലായില്ല? നമ്മളെ മലബാറിന്റെ ഭാഷയൊക്കെ എന്തൊക്കെ പറയാം. നിങ്ങൾ എന്റെ ചെവിയുടെ അടുത്താണ് എന്റെ വായ എങ്കിലും ഞാൻ കുറച്ച് ഭാഷ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു പെണ്ണ് നബിയോട് വന്ന് പറഞ്ഞാൽ രക്ഷകർത്താവിനെ വിളിച്ചു വരുത്തിയാൽ എന്താ പറയാ? ഈ ജാതി തേവിളിശികളെയാണോ വീട്ടിൽ വളർത്തുന്നത്? എന്താ പറഞ്ഞേ? ഒരു വാക്ക് പോലും ഈ പെണ്ണിനെ പഴിക്കരുത്. അവൾ കുറ്റം ചെയ്തിട്ടുണ്ട്, ശരിയാ. അവൾ ഗർഭിണിയാണ്, ഗർഭം പൂർത്തിയായി പ്രസവിച്ചാൽ എന്നെ അറിയുക. മനസ്സിലായോ പറഞ്ഞത്? ഈ പെണ്ണ് മരണപ്പെട്ടതിന് ശേഷം പിന്നെ നബി നിസ്കരിക്കുന്നു. അപ്പോൾ ഉമർ കയറി വന്നിട്ട് നബിയോട് പറഞ്ഞു, ഇത്ര മോശപ്പെട്ട ഒരു പെണ്ണിനെ നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുകയോ നബിയെ? فقال النبي المصطفى അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لقد تابت توبة لو قسمت على 70 من أهل المدينة لوسعتهم. ഈ പെണ്ണിന്റെ പശ്ചാത്താപം നിനക്കറിയുമോ ഉമറേ? ഈ പെണ്ണ് ചെയ്ത പശ്ചാത്താപം മദീനക്കാരായ 70 കൊടും കുറ്റവാളികളുടെ മേൽ വീതിക്കുകയാണെങ്കിലും ലവസഅതുഹും, അവർക്ക് ദൈവകോപം മാറി ദൈവാനുഗ്രഹം ലഭിക്കാൻ അത് മതിയാകും. മനസ്സിലായില്ല? ഈ പെണ്ണിന്റെ പശ്ചാത്താപം 70ഓളം മദീനക്കാരായ കൊടും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരുടെ മേൽ വീതിച്ചാൽ അവർക്ക് ദൈവാനുഗ്രഹം ലഭിക്കാൻ അത് മതിയാകും. നമ്മൾ മദീനയിലെ ഫിഖ് പഠിച്ചു. മക്കയിൽ നിന്ന് നമ്മൾ ശിർക്ക് എന്ന പേരിൽ എന്തൊക്കെയോ പഠിച്ചു. നിങ്ങൾ ഈ പുസ്തകത്തിന്റെ വാക്ക പഠിക്കണം. ഈ പുസ്തകത്തിന്റെ മദീന. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു മൾട്ടി റിലീജിയസ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ പറയുന്നു. ധാരാളം അമുസ്ലിം ചരിത്രകാരന്മാർ ഇട്ടിരിക്കുന്നു. ലോകത്തെ ആദ്യത്തെ മൾട്ടി റിലീജിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പുണ്യ റസൂൽ കൊണ്ടുവന്ന ആദ്യത്തെ മദീന ഭരണഘടന. ആ മദീന ഭരണഘടനയിൽ എല്ലാവർക്കും അവകാശം നൽകി.
മനസ്സിലായില്ല. അപ്പോൾ മക്കയിലെ എതിർപ്പിനെ മനസ്സിലാക്കേണ്ടിടത്ത് നമുക്ക് തെറ്റും. മക്കയിലും ശിർക്കുണ്ട്, മക്കയിലും ശിർക്കുണ്ട്, മദീനയിലും ശിർക്കുണ്ട്. എന്താ പിന്നെ ഈ ഇരട്ടത്താപ്പ്? അപ്പോൾ പഠിക്കുന്നിടത്ത് നമുക്ക് വലിയ തെറ്റ് പറ്റും. മക്കയിലെ ശിർക്കും ശിർക്കാണ്, മദീനയിലെ ശിർക്കും. എന്നിട്ട് മക്കയിലെ മുശ്രിക്കുകളെ ചേർത്ത് പിടിച്ചു, മദീനയിലെ മുശ്രിക്കുകളെ ചേർത്ത് പിടിച്ചു. അപ്പോൾ മക്കയിലെ പ്രശ്നം വേറെയാണ്. അത് കണ്ടെത്തും, അതിൽ പുസ്തകം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പഠിക്കാനൊന്നുമില്ല ഞാൻ പറയില്ല, അതൊരു കൃത്യമായ റൂട്ടാണ്. അപ്പോൾ മദീന ഇല്ലാത്തൊരു സംഭവമാണ്. മദീനയിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രജകൾ ആരാ? ധാരാളം ജൂതന്മാർ, ധാരാളം ക്രിസ്ത്യാനികൾ. ഇപ്പോൾ വഖഫിനെ കുറിച്ച് ചർച്ച നടക്കുക ഉണ്ടല്ലോ. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫിനെ കുറിച്ച് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് മുഖൈരിഖ് എന്ന ഒരു ജൂത റബ്ബിയുടെ 8 തോട്ടങ്ങളാണ്. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഒരു ജൂതൻ കൊടുത്തത്. ആർക്ക് കൊടുത്തു? അദ്ദേഹം നബിക്ക് വേണ്ടി ശനിയാഴ്ച ദിവസം, ജൂതന്മാരുടെ ദിവസം ശനിയാഴ്ച, ശാബത്ത് നാളിൽ അവർ അങ്ങാടിയിൽ ഇറങ്ങില്ല, ശാബത്ത് നാളിൽ അവർ തൊഴിലെടുക്കില്ല. ശാബത്ത് നാളിലാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. മക്ക നിവാസികൾ ഒന്നിച്ച് മദീനയിലേക്ക് 10,000-ഓളം പട്ടാളം, 3,000-ഓളം വരുന്ന പട്ടാളം നബിയെ തകർക്കാൻ വേണ്ടി വന്നു. നബിയെ കൊന്ന് തീർക്കാമെന്ന് അവർ വിചാരിച്ചു. അവർ മദീന വളഞ്ഞപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ജൂതറാബിയായിരുന്ന മുഖൈരിഖ് എന്ന ആൾ തന്റെ സുനഗോഗിൽ പ്രസംഗിച്ചു. ശനിയാഴ്ച, ഇന്ന് ശാപത്തില്ല, ഇന്ന് കയ്യിൽ കിട്ടിയ ആയുധം എടുത്ത് മക്കൾക്കാരെ പ്രതിരോധിക്കുക, മുഹമ്മദിന്റെ പക്ഷത്ത് നിൽക്കുക. ഞാൻ അദ്ദേഹത്തിന്റെ ആളാണ്. ഞാനെങ്ങാനും ഈ യുദ്ധത്തിൽ ഷഹീദായാൽ, രക്തസാക്ഷിയായാൽ, എന്റെ സമ്പത്ത് മുഴുവൻ മുഹമ്മദിന് സമർപ്പിക്കും. ആ മഹാൻ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ചോട്ടെ. ആ യുദ്ധത്തിൽ മുഖൈരിഖ് മദീനയിലെ ഏറ്റവും വലിയ ധനാഢ്യൻ അക്കാലത്ത് മുഖൈരിഖ്. മനസ്സിലാവുന്ന പറഞ്ഞു. അദ്ദേഹം ഈ രക്തസാക്ഷിയായി നബിക്ക് വേണ്ടി, അതായത് വെള്ളിയാഴ്ച ജുമാ നിർത്തിയിട്ട് നമ്മൾ ഹിന്ദുക്കളെ സഹായിക്കാൻ പോവാ എന്ന് പറയുമ്പോലെ അണ്ണാരക്കണ്ണനും തൻകുഞ്ഞ് പൊന്മുന്നല്ലേ, അങ്ങനെയാണ്. അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ദിവസമാണ് ഏത്? ശനിയാഴ്ച. അവര് സുനഗോഗിന്റെ വാതിലടച്ചു, നബിയെ സഹായിക്കാൻ വേണ്ടി വന്നു, ആയുധമെടുത്ത് യുദ്ധം ചെയ്തു. എന്നിട്ട് മുഖൈരിഖ് മുന്നേറി നബിയെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ദൗത്യത്തിൽ മുഖൈരിഖ് രക്തസാക്ഷി. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഒരു യഹൂദിയുടെ വഖഫ്. അത് വേണ്ടാന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ഇന്നാണെങ്കിൽ നബിയത്തിനെ പുറത്തു നമ്മളൊക്കെ ജനിക്കണമെങ്കിൽ നബി വഫാത്തായി പോയത് നന്നായി. എനിക്കൊരിപ്പോഴും തോന്നാം നബിയെ മുശ്രിക്കാക്കുന്ന ആളുകളും ഇന്നും നേരത്തെ നബിയെ മുശ്രിക്കാന്ന് പറയുന്നത് നബി ചെയ്ത് മുശ്രിക്കാന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പുണ്യ റസൂൽ പങ്കെടുത്തു. വളരെ ബഹുമാനത്തോടുകൂടെ സംസ്കരിച്ചു. ചരിത്രത്തിൽ അത്ഭുതമല്ലേ ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. ഇപ്പൊ നമ്മൾ ലോകത്തിൽ എല്ലായിടത്തും വഖഫുണ്ട് അല്ലേ? വഖഫിന്റെ ചർച്ചയില്ലാത്തൊരു കാലം ഉണ്ടാവില്ല. കിതാബുകൾ എത്ര. ആദ്യത്തെ വഖഫ് ആരേടാ? ആരുടേതാ? ജൂതൻ. അയാൾ ജൂതനായി തന്നെ മരിച്ചു. ജൂത പണ്ഡിതൻ എന്നാൽ ഓർത്തഡോക്സ് ജൂതന്മാരുടെ നേതാവായിരുന്നു മുഖൈരിഖ്. അദ്ദേഹത്തിന്റെ 8 തോട്ടങ്ങളാണ് ഇസ്ലാമിലെ ആദ്യത്തെ. കഴിഞ്ഞില്ല, നമ്മൾ നബി വലിച്ചില്ല, കഴിഞ്ഞില്ല. ഒരു സംഘം നജറാനിലെ ക്രൈസ്തവർ പുണ്യ നബിയുടെ എന്നിട്ട് നബിയോട് സംസാരിക്കാൻ അവർ അതേ, അതായത് ബിഷപ്പുമാരുണ്ട്, ധാരാളം ബിഷപ്പുമാരുണ്ട്, പാത്രിയാർക്കീസ് ഉണ്ട്, വേറെ പ്രമാണികൾ, ക്രൈസ്തവ പ്രമാണിമാരുമുണ്ട്. നജറാൻ കാലത്തെ ഒരു ക്രൈസ്തവ ആധിപത്യമുള്ള ഏരിയ.
അങ്ങനെ അവർ വന്ന് കയറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മദീന പള്ളിയിൽ സ്വീകരിച്ചു. മദീന പള്ളിയിൽ ഇന്ന സംഘത്തെ ഒരു പള്ളിയിൽ സ്വീകരിക്കുന്ന അവസ്ഥ ചിന്തിച്ചു. ചർച്ച മുഴുവൻ നടന്ന എവിടെ വെച്ചാ പറ. അതിൽ ഇബ്നു കസീർ കൊണ്ടുവന്ന ആയത്തിൽ ഇബ്നു ഹസൻ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അതൊന്നും ഇങ്ങനെ ഹദ്ദസനി മുഹമ്മദ് ബിൻ ജഅഫർ ഇബ്നു സുബൈർ ഖദിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖലു അലൈഹി മസ്ജിദഹു. അങ്ങനെ ഒരു സംഘം ക്രൈസ്തവ നേതാക്കന്മാർ നബിയുടെ അരികിൽ വന്നു. ഹീന സ്വല്ലൽ അസ്റ അസ്റിന്റെ സമയത്താണ് അലൈഹി തിയാബുൽ ഹദറാത്തി ജുബബുൽ അർദിയ. അവർക്ക് പുരോഹിത വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, ജുബ്ബകളെ മേൽവസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫീ ജമാലി റിജാലി വബനിൽ ഹരിതി, വല്ലാത്തൊരു അഴകാർന്ന ശൈലിയിലാണ് വസ്ത്രം ധരിച്ചിരുന്നത്. ക്രൈസ്തവ പാത്രികൾക്കും അതേപോലെ തന്നെ ബിഷപ്പുമാരും 70ഓളം ആളുകൾ ഇങ്ങനെ മദീനയിൽ പള്ളിയിൽ വന്നു. നബി അവരെ സ്വീകരിച്ചു. അപ്പോഴാണ് അവർക്ക് പ്രാർത്ഥനയുടെ സമയമായത്. ഇസ്ലാമിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പള്ളിയാണ് ഇത്. ഒന്നാമത്തെ പള്ളി സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ് പുനർനിർമ്മിച്ചതെങ്കിൽ രണ്ടാമത്തെ പള്ളി നിർമ്മിച്ചത് തന്നെ മുഹമ്മദ് മുസ്തഫയാണ്. 3 ഹറം. ഒന്നാമത്തെ ഹറം ഹറം മക്കി, 2 ഹറം മദനി, പിന്നെ ഹറമുൽ ഖുദ്സ് അല്ലേ. അതിൽ രണ്ടാമത്തെ ഹറമാണ് ഏത്? ബഹുമാനപ്പെട്ട മദീന ഹറം. ആ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. അവർക്ക് നിസ്കരിക്കാൻ അവരുടെ പ്രാർത്ഥനയുടെ സാധാരണ പ്രാർത്ഥന ഇവിടെ അതായത് അവരുടെ ഔദ്യോഗികമായ പ്രാർത്ഥന, മനസ്സിലായില്ലേ? ആരാധന, കേവലം ഒരു പ്രാർത്ഥനയില്ല. ആനത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുന്ന എപ്പോഴോ ഒരു പ്രാർത്ഥനയല്ല, അവരുടെ ഒരു നിർദ്ദിഷ്ട ദൈവികമായ നിർബന്ധ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ അവർ എണീറ്റിരുന്നു. അവിടെ നിന്ന് അവരുടെ പ്രാർത്ഥന നടത്തി. അപ്പോൾ അവരാരും ശല്യം ചെയ്യരുത്, അവരവരുടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടു. ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നിസ്കരിച്ചിട്ടേ ഉള്ളൂ. ഇവർ അവരുടെ സന്ധ്യാപ്രാർത്ഥന എവിടെ നടത്തി? പള്ളിയിൽ നടത്തി. എന്നിട്ട് അവർ പറഞ്ഞു, നബി പറഞ്ഞു അവരുടെ ഭാഗത്തേക്ക് നോക്കരുത്. വലിയ ഇമാൻകായ നമ്മൾ ഇതിലെന്താ ഇവിടെ പരിപാടി വേണ്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഒരു പരിപാടിയാണ് പോയി, മനസ്സിലായി? ആ ഭാഗത്തേക്ക് നോക്കരുത്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞപ്പോൾ അവർ ഈ നബിയെ നമ്മൾ ഇതിന് ശേഷമാണ് അക്മൽത്തുലക്കും ആയത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആയത്ത്. 1, 2 എന്ന് മനസ്സിലാക്കണം. ലാ ഫളല ലിൽ മുസ്ലിമി അലൽ ഹിന്ദു എന്നല്ല. ലാ ഫളല ലിൽ അറബി അലൽ അജ്മി. അറബിയേക്കാൾ അറബിക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇവിടെയാണ് നമ്മൾ നബിയെയും യൂറോപ്പിനെയും മനസ്സിലാക്കുന്നത്. യൂറോപ്പിന്റെ ഒരു ശൈലിയുണ്ട്, യൂറോപ്പിന്റെ ഒരു വല്ലാത്തൊരു ശൈലിയുണ്ട്. എന്താ പറയാ, ഞങ്ങളെക്കാൾ മികച്ചവരില്ല എന്ന ധാരണയിൽ നിന്നാണ് യൂറോപ്യൻ സംസ്കാരം. അതേ സമയത്ത് ഏഷ്യൻ പൗരസ്ത്യ ധർമ്മങ്ങൾ മുഴുവനും അതിനെതിരാണ്. അതായത് ഞാൻ ഇവിടുന്ന് പോവാണ്, നിസ്കരിച്ചോണേ, നോച്ചോണേ, ഞാൻ അതൊന്നും പറയാൻ ആളുണ്ടാവില്ല. ഇതൊന്നല്ല അവസാനത്തെ പ്രസംഗം, ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പ്രസംഗം. ഒരാൾക്കും മറ്റൊരാളുടെ മേൽ യാതൊരു മഹത്വവും. മനുഷ്യരെല്ലാം ഒന്ന്. ഈ മനുഷ്യരെല്ലാം ഒന്നാണ് എന്നതിന് ബഹുമാനപ്പെട്ട രാഹുൽജി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരു സംഭവം എടുത്ത് പറയാണ്. ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് ഈജിപ്തിലെ ഗവർണറായിരുന്നു അംർ ബിൻ ആസിയുടെ മകൻ ഒരിക്കൽ ഒരു ക്രിസ്ത്യാനിയുമായി ശണ്ട ഉണ്ടായപ്പോൾ തന്റെ വടിയെടുത്ത് ഈ ക്രിസ്ത്യാനിയെ അടിച്ചു. എന്നിട്ട് ഈ ക്രിസ്ത്യാനിയായ ബാല്യക്കാരനോട് ഗവർണറുടെ മകൻ പറയാണ്, ഈ നാട്ടിലെ ഏറ്റവും മഹാന്റെ മകനോടാണല്ലോ തർക്കിക്കാൻ വരുന്നത്. അവിടുത്തെ ഇസ്ലാമിക ഗവർണറാണ് മകനും ഒരു ക്രൈസ്തവ ബാല്യക്കാരനും തമ്മിൽ ഒരു തർക്കമായി. തർക്കത്തിനൊടുവിൽ ഗവർണറുടെ മകൻ, മുസ്ലിമായ ഗവർണറുടെ മകൻ ക്രിസ്ത്യാനിയുടെ മകനെ അടിച്ചു. അടിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു,
പോയി. അച്ഛനെയും കുട്ടി പിറ്റേന്ന് മദീനയിലേക്ക്, കൈറോവിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം 1000 കിലോമീറ്റർ, ചിലപ്പോൾ അതിന് കൂടുതൽ. മദീനയിൽ ആരുണ്ട്? സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. ഉമർ ബിൻ ഖത്താബിനോട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയുടെ മോനാണ്, ഞാൻ എൻ്റെ അച്ഛൻ മോനാണ്, എന്നെ ഗവർണറുടെ മകൻ അടിച്ചപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് നടന്നു വരാനാണ് ഇസ്ലാമിന്റെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് ഈ ക്രൈസ്തവ കുടുംബത്തിന്റെ കൂടെ എങ്ങോട്ട് കൈറോയിലേക്ക് എടുത്തു കൊടുത്തയച്ചതല്ല, ഈ സംഭവം രേഖപ്പെടുത്താത്ത ചരിത്ര ഗ്രന്ഥമുണ്ട്. അങ്ങനെ ഈ കൈറോയിൽ പോയി ഗവർണറെ വിളിച്ചു വരുത്തി. നിന്റെ മകനെ വിളിക്കണം. മകനെ വിളിച്ചു. ആ ക്രൈസ്തവ ബാലനെയും അച്ഛനെയും വിളിച്ചു. എന്നിട്ട് തന്റെ ചാട്ടവാർ ഉമർ ബിൻ ഖത്താബ് ഖലീഫ, നീതിമാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ചാട്ടവാർ ഈ ഇബ്നുൽ മസ്ലിഹ്, ഈ ക്രൈസ്തവ യുവാവിന്റെ കയ്യിൽ കൊടുത്തു. ഇബ്നുൽ അക്രമീൻ, ബഹുമാനിയുടെ മകനെ അടിക്കണം. ബഹുമാനിയുടെ മകനെ ആട്ടിയത്. പുരുഷാരും ആയിരക്കണക്കായ ജനങ്ങൾ. ഖലീഫ വന്നതല്ലേ? ഈജിപ്തിൽ ആദ്യമായി ഖലീഫ വന്നതാ. ആദ്യത്തിന്റെ ശിക്ഷണത്തിലൊക്കെ ആർക്കുമേൽ? ഗവർണറുടെ പുത്രന്റെ മേൽ ആയിരക്കണക്കായ പുരുഷാരും തടിച്ചുകൂടി നിൽക്കവേ ക്രൈസ്തവനായ ബാലൻ ഖലീഫയുടെ ചാട്ടവാറെടുത്ത് അടിച്ചു. ആരെ? ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യാധിപന്മാരിൽ ഖാലിദ് ബിൻ വലീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനി അംർ ബിൻ അസ്. നിങ്ങൾക്കറിയാലോ. എന്നിട്ട് പറഞ്ഞു, മതാ അബത്തുൽ ആദമിയീൻ വഹും ഖുലിഖു അഹ്റാർ. സ്വതന്ത്രരായ ജനങ്ങൾ എന്നാണ് നീ അടിമയാക്കിയത്. നീതിയാണ്. ഒരു നാട്ടിൽ നിസ്കാരം ഉണ്ടായതുകൊണ്ട് ഇസ്ലാം ഉണ്ടാവില്ല. ഒരു നാട്ടിൽ നീതി ഉണ്ടെങ്കിൽ ഇസ്ലാം ഉണ്ടാവും. നീതിയില്ലാത്ത മുസ്ലിമാക്കാൻ നല്ലത് നീതിയുള്ള ഹിന്ദുവാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കെന്നെ പുറത്താക്കിയാൽ ഞാൻ ഉണ്ടാവില്ല, നിങ്ങൾ അകത്താക്കിയാൽ ഞാൻ ഉണ്ടാവും. ഞങ്ങൾ അകത്തിന് വില വെക്കുന്നില്ല, പുറത്തിന് വില വെക്കുന്നില്ല. ഒരു നാട്ടിൽ നിസ്കാരമുണ്ട്. നിസ്കാരത്തെ കുറിച്ച് തന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിസ്കരിക്കുന്ന പലരും നരകത്തിലാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിസ്കാരത്തെ കുറിച്ച് ഖുർആനിലെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ഇനി ഖുർആനിൽ നിസ്കാരം പറഞ്ഞിട്ടില്ല അല്ലേ? നാട്ടിൽ നിസ്കാരം നടന്നുകൊണ്ട് ഇസ്ലാം ഉണ്ടാവില്ല. ഒരു നാട്ടിൽ 1000 പള്ളി ഉണ്ടായതുകൊണ്ട് ഇസ്ലാം ഉണ്ടാവില്ല. ഒരു നാട്ടിൽ ഒരു പള്ളിയില്ല, ആ നാട്ടിൽ നീതി ഉണ്ടെങ്കിൽ ആ നാട്ടിൽ ഇസ്ലാം ഉണ്ടാവില്ല. ഒരു നാട്ടിൽ ഒരു അറബിക് കോളേജ് ഇല്ല, പള്ളിയില്ല, മദ്രസയില്ല, അവിടെ ധർമ്മം ഉണ്ടെങ്കിൽ അവിടെ ഇസ്ലാം. എന്തിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മത്തിന്റെ പ്രതീകത്തിൽ? അതിനപ്പുറം ഒരു വാക്കിൽ ഖുർആനിൽ പറയപ്പെട്ട ഒരേ ഒരു സഹാബിയെ ഈ പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാരാ? സയ്യിദ് ബിൻ ഹാരിസ. ഞാനത് പഠിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ കുറെ. എനിക്ക് പഠിക്കണല്ലോ. ഇതെന്താ ഇങ്ങനെ? നിങ്ങളിന്റെ കൂടെ ഇല്ലേ? നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? പഠിക്കണം. പഠിച്ചു വിദ്യ പോരാ, പഠിക്കണം. ഖുർആനിൽ പറയപ്പെട്ട ഒരേ ഒരു സഹാബി സയ്യിദ് ഇബ്നു ഹാരിസ. എന്തുകൊണ്ട് അവർ മോശക്കാരായതുകൊണ്ടൊന്നല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇല്ല. മെയിൻ സ്ട്രീമിൽ ഒന്നും കാണാത്ത ഒരാളുണ്ട്. മെയിൻ സ്ട്രീമിൽ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട ആളല്ല. സ്വർഗം കൊണ്ട് സന്തോഷം
സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ഒരാളാണോ ഇയാൾ? ആണോ ഇയാൾ? കാണാത്തവരാണ്. അങ്ങനെയല്ലേ? സയ്യിദല്ലാത്ത ഒരു സ്വഹാബിയെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അതാരാ? സയ്യിദ് ബിൻ ഹൈത. എന്താ കാരണം? യൂറോപ്യൻ കൊളോണിയൽ അധിനിവേശത്തിനെതിരെ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സയ്യിദ് ബിൻ ഹൈത. ബസ് അതിന്റെ കാര്യമാണ് യൂറോപ്പ് കൊണ്ടുവരുന്നത് അധാർമികതയാണ്. ഞാൻ യൂറോപ്പിലെല്ലാം അധാർമികരാണെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം അധാർമികതയുടെ സോഴ്സ് 1757 പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗലയെ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ തീരുമാനം ചവിട്ടി അധികാരസ്ഥരായി അല്ലേ? 1947 സ്വാതന്ത്ര്യം നൽകി 190 വർഷത്തിനുള്ളിൽ ബ്രിട്ടീഷുകാർ മാത്രം ഇന്ത്യയിൽ അധികാരം നിലനിർത്താൻ വേണ്ടി കൊന്നത് 16 കോടി ആളുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ 2 വിഭാഗത്തിൽ കൂടി അനിവാര്യമായി ഉണ്ടായ യുദ്ധത്തിൽ സംഭവിച്ച് മരിച്ചു പോയത് 400-ൽ താഴെ. എന്നിട്ടും പറയും മുഹമ്മദ് യുദ്ധക്കുര്യനാണ്. നമ്മൾ കേട്ടിരിക്കും. കാരണം ചരിത്രം പുന്നപ്രവേദ സമരത്തിൽ മാത്രം പോകുന്നത് 2000 7,000 അതിന്റെ കൂടെ ഇല്ല. ഏഷ്യക്കാരുടെ മേൽ സാംസ്കാരിക അധിനിവേശവും സാമ്പത്തിക അധിനിവേശവും നടത്താൻ വേണ്ടി യൂറോപ്യർ കരുതി കൂട്ടി ഉണ്ടാക്കിയ 1-ാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്യർ കൊലപ്പെടുത്തിയത് 4 കോടി ആളുകളെയാണ്. അതിന്റെ സമ്പത്തി വീരം വെച്ചപ്പോൾ ഉണ്ടായ തർക്കം കാരണമുണ്ടായ 2-ാം ലോക മഹായുദ്ധത്തിൽ കൊലപ്പെടുത്തിയത് 7 കോടി ആളുകളെ. ഞങ്ങളിനി യുദ്ധത്തിനില്ല എന്ന് ജപ്പാൻ ഫെബ്രുവരിയിൽ പറഞ്ഞിട്ടും ആഗസ്റ്റിൽ ജപ്പാനിൽ ബോംബിട്ട് ലക്ഷക്കണക്കാണ് ആളുകളെ അവർ കൊലപ്പെടുത്തി. 2-ാം ലോക മഹായുദ്ധത്തിൽ 7.5 കോടി ആളുകളെ. 16 കോടി ഇന്ത്യക്കാരെ കൊലപ്പെടുത്തി. ബൂട്ടിട്ട് ചവിട്ടി. എങ്ങനെയാ? ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ചില ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായ അതിന്റെ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അതായത് ബംഗാവാളികൾ ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരായ സായിപ്പന്മാരുടെ മുറികളിൽ അക്കാലത്ത് ഇന്നത്തെ സൗകര്യങ്ങളില്ല. അവിടെ പങ്ക കെട്ടും. വിഷറികള് കെട്ടും. എന്നിട്ട് അവർ പുറത്തേക്ക് കയറും. ഈ സാധുവായ മനുഷ്യൻ, പട്ടിണി കിടക്കുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കണം. സായിപ്പും മാതാമയും അവിടെ ഇരുന്ന് കിടന്ന് ഇയാളാവണം ഇതിങ്ങനെ. യാതൊരു മനുഷ്യനല്ലേ? സ്വാഭാവികമായും ഇയാള് കൈ നാട്ടി പിന്നെ കാലിൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ആട്ടി. അതിനിടയിൽ ചില ബംഗാവാലുകൾ ഉറങ്ങിപ്പോയാൽ ആ കാറ്റ് നിലച്ചാൽ നേരെ ഇറങ്ങി വന്ന് കൂട്ടിട്ട് ചവിട്ടിക്കൊണ്ടും. അങ്ങനെ പോലെ ചെയ്യപ്പെട്ടത് ലക്ഷക്കണക്കായ ബംഗാവാലുകൾ. എന്നിട്ട് ഇപ്പോഴും നമ്മൾ പറയും അത് വലിയ കൂട്ടരാണ് ബ്രിട്ടീഷുകാർ. ഏഷ്യക്കാർ സ്വതന്ത്രമായി ചിന്തിക്കില്ല. ഞാൻ ആകെ യൂറോപ്യന്മാരെ ബഹുമാനിക്കുന്നവർക്ക് സ്വതന്ത്രമായ ചിന്തക്കൊരു ധൈര്യമുണ്ട്. പണ്ട് ഏഷ്യക്കാർക്ക് അതുണ്ടായിരുന്നു. ഇപ്പോൾ ഏഷ്യക്കാർക്ക് അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകാവസാനം വന്നു കഴിഞ്ഞു. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്നതിനാണ് ലോകാവസാനം എന്ന് പറയുന്നത്. എന്നെ പറ്റി ട്രോളാൻ ഞാൻ ഒരു സാധനം പടിഞ്ഞാറ് സൂര്യോദയത്തിലല്ലേ ലോകാവസാനം? പടിഞ്ഞാറ് സൂര്യോദയത്തിന് 2 തലങ്ങളുണ്ട്. ഒരു സ്പിരിച്വൽ തലം, ഒരു ഫിസിക്കൽ തലം. മനസ്സിലായില്ലേ? ഫിസിക്കൽ തലം അന്ന് സംഭവിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ സ്പിരിച്വൽ തലം വന്നു കഴിഞ്ഞു. അതാണ് റെനൈസൻസ്. യൂറോപ്യൻ റെനൈസൻസിന്റെ കൂടെ ഉണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ അത് വന്നു. 2-ാം ലോക മഹായുദ്ധത്തോടുകൂടെ പൂർത്തിയായി. ഇപ്പോൾ ഏഷ്യ എന്നൊരു വൻകര ഇല്ല. ഇപ്പോൾ ആഫ്രിക്ക എന്നൊരു വൻകര ഇല്ല. ഇപ്പോൾ ലോകത്താകെ ഒരു വൻകരയേ ഉള്ളൂ. അത് യൂറോപ്പാണ്.
ഗുരുവിനോട് മനസ്സിലായി, അത്രയും വലിയ ബഹുമാനമാണ് ആര് ഗുരുവിന്. ഇന്ന് ഗുരുക്കന്മാർ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നത് ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് പരിധിയിൽ കവിഞ്ഞ് തല്ലി കിട്ടരുതേ എന്ന് വിചാരിച്ചു. പരിധിയിൽ കവിഞ്ഞു കൂട്ടുന്ന കാര്യം സാധാരണ തല്ലി ചവിട്ട് നിൽക്കാത്ത ഇത് എവിടുത്തതാ? യൂറോപ്യൻ സൈദ്ധാന്തികതയാണ്. യൂറോപ്പ് കടന്നു കയറി നമ്മുടെ ഭാഷയിൽ, നമ്മുടെ രീതിയിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ എല്ലാം. ഞാൻ പറയട്ടെ, 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഏഷ്യക്കാരിൽ ഏറ്റവും കൂടുതൽ മറച്ചു വസ്ത്രം ധരിക്കുക സ്ത്രീകൾ, ഏറ്റവും കുറച്ച് മറച്ചു വസ്ത്രം ധരിക്കുക അല്ലെ? 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഏഷ്യക്കാരുടെ സ്വഭാവം, ഏഷ്യക്കാരുടെ അവസ്ഥ എന്താ? ഏഷ്യക്കാരിൽ സ്ത്രീകൾ പൂർണ്ണമായി വസ്ത്രം ധരിക്കും. ഞാൻ ഹിമാചൽ പ്രദേശിലെ ഒരു നവവധുവിന്റെ ചിത്രം ഞാൻ എന്റെ റിസർച്ചിൽ കണ്ടെത്തിയ അടുത്ത ദിവസം. 19-ാം നൂറ്റാണ്ടിലെ ഒരു ഹൈന്ദവ എന്താ പറയാ ഒരു നവവധുക്കളൊക്കെ ആവുമ്പോ സ്വാഭാവികമായും കുറച്ച് വസ്ത്രമൊക്കെ പോകും, അങ്ങനെയാണല്ലോ. പക്ഷേ കണ്ണു മാത്രം കാണുന്നു, മുഖം മറക്കും. ഹൈന്ദവ വനിതകളിൽ ബഹുഭൂരിപക്ഷം ഒരു കാലഘട്ടത്തിൽ രജപുത്ര സ്ത്രീകൾ പൂർണ്ണമായി അങ്ങനെ. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ സെക്ഷൻ വന്നു. യൂറോപ്യന്മാർ പണ്ട് യൂറോപ്പിലാണെങ്കിൽ പുരുഷൻ ഇവിടെ എങ്ങാനും ഒന്ന് ഈ ആദമിന്റെ ഭയം കഴിച്ച സ്ഥാനത്ത് വല്ലതും പുറത്തു കണ്ടാൽ അവിടെ ഒരു ടൈ കെട്ടി അതും മറക്കും. അതേ സമയത്ത് നിക്കർ പോലെ ധരിക്കും ആര്? യൂറോപ്യന്റെ ഭാര്യ. ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ എങ്ങനെയാണ്? ഒന്നാം അധിനിവേശം വന്നു പോർച്ചുഗീസിന്റെ AD 1502. അന്ന് ഇവിടെ മഹാനായ രാജാവുണ്ട്, സമൂതിരി രാജാവ്. അക്കാലത്ത് ഒരു മുസ്ലിം ഷെയ്ഖുണ്ട്, പൊന്നാനി. അദ്ദേഹം AD 1468 ജനിക്കുകയും AD 1522 മരണപ്പെടുകയും ചെയ്ത കേരളത്തിലെ ഇന്നത്തെ സകല മുസ്ലിങ്ങളുടെയും ആദിമ ഉസ്താദായ ബഹുമാനപ്പെട്ട മഖ്ദൂമുൽ മഅ്ബരി സൈനുദ്ദീൻ അല്ലേ? നിങ്ങൾക്കറിയാലോ. ബഹുമാനപ്പെട്ടവരോടാണ് ആദ്യം സമൂതിരി ചോദിക്കുന്നത്, എന്താണ് പരിഹാരം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രതികരിക്കണം. നമ്മൾ അപ്പോൾ നാവികപ്പടയില്ല സാമൂതിരിക്ക്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് കടലിൽ കൂടുതൽ കളിക്കുന്ന ഒരു സ്വഭാവവും ഇല്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അങ്ങനെയാണ്. ഓരോ മതത്തിനും അതിൻ്റെതായ കെട്ടുപാടുകളും ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? നാവികപ്പട ഉണ്ടാക്കാൻ എന്തു ചെയ്യും? അപ്പോൾ മഖ്ദൂമുൽ മഅ്ബരി പറഞ്ഞു, എന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനുണ്ട് കോഴിക്കോട്, ഇസ്മായിൽ മരക്കാർ. അദ്ദേഹത്തിന്റെ മകൻ ഒരു വല്യക്കാരനാണ്, കുട്ടി മരക്കാർ അലി, കുട്ടി അഹമ്മദ് അലി മരക്കാർ, കുട്ടി അഹമ്മദ് അലി മരക്കാർ. അദ്ദേഹമാണ് ആദ്യത്തെ പോർച്ചുഗീസ് പടക്കെതിരെയുള്ള ആദ്യത്തെ സേനാനായകൻ. സമരം ചെയ്തു. ഇതോടനുബന്ധിച്ച് മഖ്ദൂം ഒരു ഗ്രന്ഥം എഴുതി. ആ മഖ്ദൂം ഗ്രന്ഥം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യാതൊരു കാരണവശാലും യൂറോപ്യൻ അധിനിവേശം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മര്യാദകളെയും നമ്മുടെ രീതികളെയും തകർത്തുണ്ട്. അവർക്ക് ആൺപെൺ വ്യത്യാസമില്ല. അവരുടെ ആണുങ്ങളെ കൂടെ ഓടും, പെണ്ണുങ്ങളുടെ കൂടെ ഓടും. 400-500 കൊല്ലം കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ അവസ്ഥ. അപ്പോൾ പറഞ്ഞേക്കും, ഇപ്പോൾ നമ്മൾ ആരാ? ഫലത്തിൽ നമ്മളാണ്. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ കേൾക്കുന്ന അവിടെ പെണ്ണ് കല്യാണം കഴിച്ചു, ഇവിടെ പെണ്ണിനെ കല്യാണം കഴിച്ചു. ഈ അടുത്ത ദിവസം എന്നോട് ഒരാള് ഒന്ന് ചോദിച്ചു, ഒരു പെണ്ണിനെ തൽക്കാലം കിട്ടാനുണ്ടോ? ഇവന്റെ ഭാര്യ പോയി. ഞാൻ ചോദിച്ചു, അങ്ങോട്ട് പോയി പറഞ്ഞു, അവളെ കൂട്ടുകാരിയുടെ കൂടെ പോയി. ഇനി കുറച്ചൊരു 4 കൊല്ലം കഴിഞ്ഞാൽ അതൊരു വിഷയമേ ആണ്. നമ്മുടെ സംസ്കാരം തകർന്നുപോയി. പൗരസ്ത്യ സംസ്കാരത്തിന്റെ പൂർത്തീകരണമാണ്. ഞാൻ വിഷ്ണു പുരാണം വായിച്ചു. അതിനുവേണ്ടി ഞാൻ 6 മാസം ചെലവഴിച്ചു, കഷ്ടപ്പെട്ട് ഞാൻ അതിന്റെ കലിയുഗം, വിഷ്ണു പുരാണത്തിന്റെ കലിയുഗം ഞാൻ പഠിച്ചു. ഈ വർഷം അതേക്കുറിച്ച് പുസ്തകം എഴുതിയിരിക്കും, 2025. സമയം കഴിഞ്ഞതുകൊണ്ട് പറയുന്നില്ല, ഞാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ പുസ്തകം ഒരു ധാർമ്മികമായ നിയോഗമാണ്.
നിങ്ങളെല്ലാവരും ഇത് പഠിക്കുകയും വീണ്ടും വീണ്ടും പഠിക്കുകയും ചെയ്യും. ഹിന്ദുക്കൾ മുസ്ലിമിന്റെ ശത്രുവല്ല, മുസ്ലിം ഹിന്ദുവിന്റെ ശത്രുവുമല്ല. നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാകുന്നതാണ് മാനവിക സംസ്കാരം. മനുഷ്യത്വത്തെക്കാളും ഒരു 15 കൊല്ലം മുമ്പ് ഞാൻ ഖുർആൻ ക്ലാസ് ഓടി നടക്കുന്ന ഒറ്റ വാക്ക് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നു. ഒരു ദിവസം എന്റെ വീട്ടിലെത്തിയില്ല. അപ്പൊ അതിനിടയിൽ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ആരോ ഫോൺ ചെയ്തു. ആരോ വിശ്വസികളായിരിക്കും. മേജർ ആക്സിഡന്റിൽ പെട്ടു, എന്തോ സംഭവിച്ചു. അപ്പൊ അന്ന് ഇന്നത്തെ 15 കൊല്ലം മുമ്പാ പാപ്പ വലിയ ബേജാറായി. അങ്ങാടിയിലൊക്കെ പോയി അന്വേഷിച്ചു. അങ്ങനെ ചുരുക്കത്തി പറഞ്ഞാൽ എവിടെയൊക്കെയോ വിളിച്ചു അന്വേഷിച്ചു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഇവരെ കിട്ടിയ ഒന്നും സംഭവിച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിലെത്തുന്ന നേരത്തെ എന്റെ ഉമ്മാന്റെ ഉറ്റ സുഹൃത്തുണ്ട്, ഞാൻ എന്താ പറയാ, എന്റെ ഉമ്മാന്റെ ഉറ്റ സുഹൃത്തുണ്ട്. അവരുടെ പേര് എനിക്കറിയില്ല. മാളുക്കുട്ടി അമ്മ എന്നാ പറയാ. അതായത് അവരുടെ പേര് ഞങ്ങൾക്ക് അറിയില്ല. അറിയാതിരിക്കാൻ കാരണം അവരെ ഞങ്ങൾ അത്രയും ഉമ്മാനെ പോലെ നമ്മൾ അവരെയും ബഹുമാനിക്കുന്ന അമ്മയെന്ന് പറയാം. അമ്മേന്ന് പറയാ. ഞാൻ അവരെ അമ്മേന്ന് പറയും. എന്റെ മക്കളൊക്കെ അവരെ അമ്മേന്ന് പറയും. അമ്മേന്ന് അടുക്കളയിൽ രാവിലെ 7 മണി, വെളുപ്പിന് 7 മണിക്ക് ഞാൻ വരുന്ന നേരത്ത് അമ്മ അവിടെ ഉണ്ട്. ഓടി വന്ന് എന്റെ കൈ ഇങ്ങനെ മുടിച്ചു. ഈ ഒരു നന്മ ഇവിടെ നിലനിൽക്കണം വേണ്ടേ? എങ്കിൽ സംഗീ എന്ന അവസാനം വേണോ വേണ്ടേ? വേണോ വേണ്ടേ? എന്ന മനുഷ്യരും മനുഷ്യത്വത്തോടുകൂടി വരുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു രാഹുൽജി വന്നാൽ അദ്ദേഹത്തിന്റെ റൂമിന്റെ അടുത്ത് നിങ്ങൾ കാണുന്നു. ഇത് നമ്മുടെ ഒരു ഗസ്റ്റാണ്. അദ്ദേഹത്തെ ആദരിക്കാൻ നമ്മുടെ കടമയാണ്. ഇന്ന് വെളുപ്പിന് 5 മണി മുതൽ ആ കുട്ടികൾ ഉറങ്ങിയിട്ടില്ല. അതാണ് അദ്ദേഹം. തിരിച്ചവരും അങ്ങനെ ചെയ്യും. ഈ നന്മ വേണോ വേണ്ടേ? അതുകൊണ്ട് വർഗീയമായി ചിന്തിക്കരുത്. വർഗീയവാദം പറയുന്നവൻ യഥാർത്ഥ മുസ്ലിമല്ല. ഈ പുസ്തകത്തിൽ ചില ഉദാഹരണങ്ങൾ കരാർപത്രം എഴുതി കൊടുത്തു. ലോകാവസാനം വരെ ഈ ചർച്ചിനെ എന്റെ സമുദായം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ ആ ചർച്ചകളെ ISIS അടിച്ചു പൊട്ടിച്ചു. ഈ ചർച്ചും ആ ചർച്ചിലെ പുരുഷും ലോകാവസാനം വരെ നിലനിർത്താൻ എന്റെ സമുദായം ബാധ്യസ്ഥരാണെന്ന് പുണ്യ റസൂൽ എഴുതി കൊടുത്ത അധികാരപത്രം ആ ചർച്ചിൽ ഇന്നും സ്വർണം കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. ആ ചർച്ചാണ് 2014-15 കാലഘട്ടങ്ങളിൽ ISIS അടിച്ച് തകർത്തത്. അങ്ങനെ എത്ര ബിഷപ്പുമാരെ അച്ഛന്മാരെ കൊന്നു. എന്താ പഠിച്ച തമ്പുരാന്റെ മുന്നിൽ പറയാ? ഇത് പുണ്യ റസൂലിന്റെ ദീനാണോ? എന്റെ നബിയോട് പറയാ, ഈ ചർച്ചിനെ ലോകാവസാനം വരെ സംരക്ഷിക്കാൻ എന്റെ സമുദായം ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ ആ ചർച്ച് അടക്കം മനസ്സിലായോ? അടിച്ചങ്ങോട്ട് തകർത്തു. ആര്? ISIS ഭീകരന്മാർ. ചിലർ പറയും ISIS എന്നത് സിയോണിസത്തിന്റെ സൃഷ്ടിയാണ്. ശരി, ഞാൻ സമ്മതിച്ചു. ഏതോ 4 സിയോണിസ്റ്റുകൾ വരുമ്പോഴത്തേന് അവരെ പിന്നാലെ ഓടാൻ മാത്രമുള്ള പാകത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ ആരാണ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയത്? ആണോ? അല്ലേ? അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നല്ലെങ്കിൽ ഒന്നാകേണ്ടതില്ല. മതവിശ്വാസങ്ങൾ, ദൈവവിശ്വാസങ്ങൾക്ക് വ്യത്യാസങ്ങൾ. അതിപ്പോ ഹിന്ദു മതവിശ്വാസവും ഇസ്ലാം മതവിശ്വാസവും ഒന്നാക്കാൻ കഴിയില്ല. ഒന്നാക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം മതവിശ്വാസം തന്നെ ഒന്നാണ്. സുന്നികളുടെ വിശ്വാസം ഒന്ന്, പാകിസ്ഥാൻ മുജാഹിദ് ഒന്ന്. തിയോളജിക്കലി ഒന്നാക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ധാർമ്മികവും മനുഷ്യത്വവുമായി നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണം എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മയും എല്ലാ സഹോദരങ്ങളും എല്ലാവരെയും ചേർത്ത് വെക്കട്ടെ. ബഹുമാനപ്പെട്ട രാഹുൽജിക്ക് എന്തെങ്കിലും തന്റെ അഭിപ്രായം
ഈ പ്രഭാഷണത്തോട് പറയാനുണ്ടെങ്കിൽ 2 മിനിറ്റ് സംസാരിക്കും.